എറണാകുളത്ത് റാഗിങ്ങിനെ തുടർന്ന് 15-കാരൻ ആത്മഹത്യ ചെയ്തെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥി മിഹിർ അഹമ്മദാണ് 2 ആഴ്ച മുമ്പ് ഫ്ളാറ്റിന് മുകളിൽ നിന്ന് ചാടി മരിച്ചത്. കുട്ടി മുൻപ് പഠിച്ചിരുന്ന ജം സ്കൂളിലെ വൈസ് പ്രിൻസിപ്പലിനെതിരെയും കുടുംബം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. സ്കൂളിൽ അതിക്രൂരമായി മിഹിർ റാഗ് ചെയ്യപ്പെട്ടെന്നും സ്കൂൾ അധികൃതർ ഇടപെട്ടില്ലെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. കഴിഞ്ഞ ദിവസം മിഹിറിന്റെ രക്ഷിതാക്കൾ പോലീസിന് കൈമാറിയ പരാതിയിലാണ് ക്രൂരമായ റാഗിങ്ങിനെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. സ്കൂളിൽ വെച്ചും സ്കൂൾ ബസ്സിൽ വെച്ചും മകൻ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടുവെന്നും സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും കുടുംബം. എന്നാൽ ആരോപണം വസ്തുതാപരമല്ലെന്നാണ് സ്കൂൾ അധികൃതരുടെ വാദം. സ്കൂളിൽ വെച്ച് റാഗിംഗ് നേരിടേണ്ടി വന്നതായി മിഹിർ അധ്യാപകരോട് പരാതിപ്പെട്ടിട്ടില്ലെന്നും ഒന്നും മറച്ചുവെക്കാനില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. അന്വേഷണത്തിന്റെ ഭാഗമായി സ്കൂളിലെ സിസിടിവി ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചു. കുടുംബം പറയുന്ന സ്കൂളിലെ സമൂഹമാധ്യമ കൂട്ടായ്മയെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മിഹിറിനെ അപകീർത്തിപ്പെടുത്തുന്ന ചാറ്റുകളുടെ വിശദാംശങ്ങളും പോലീസ് ശേഖരിച്ചു. ഈ മാസം 15-ാം തീയതിയാണ് മിഹിറിനെ ഫ്ളാറ്റിൽ നിന്ന് ചാടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് 18 കൊച്ചി. നെന്മാറ ഇരട്ട കൊലപാതക കേസിലെ പ്രതിയായ ചെന്താമരയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് തിങ്കളാഴ്ച അപേക്ഷ നൽകും. ബുധനാഴ്ച മുതൽ പ്രതിയുമായി തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ തീരുമാനം. നാട്ടുകാരുടെ രോഷം കണക്കിലെടുത്ത് അതീവ സുരക്ഷയിലായിരിക്കും തെളിവെടുപ്പ് നടത്തുക. കൊല്ലപ്പെട്ട സുധാകരന്റെ മകൾക്ക് CPM സഹകരണ സ്ഥാപനത്തിൽ ജോലി നൽകും. നിയമ പോരാട്ടത്തിനുള്ള പിന്തുണ കുടുംബത്തിന് നൽകുമെന്നും പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു അറിയിച്ചു. മൂത്ത മകൾക്ക് ജില്ലാ ആശുപത്രിയിൽ ജോലി നൽകണമെന്ന് വീണ ജോർജിനോട് ആവശ്യപ്പെട്ടതായും ഗാന്ധിഗ്രാം പദ്ധതിയിൽ നിന്ന് 50,000 രൂപ നൽകുമെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. ഈ സർക്കാർ ഈ കുട്ടികളെ ഏറ്റെടുക്കുക. ഞാൻ മന്ത്രി വീണ ജോർജുമായി ഇപ്പോൾ ഫോണിൽ സംസാരിച്ചു. ഈ കുട്ടികൾക്ക് ഫോൺ കൊടുത്ത് മന്ത്രിയോട് ഈ കുട്ടികൾ സംസാരിച്ചു. നഴ്സിംഗ് പാസ്സായ കുട്ടിക്ക് ഇവിടെ ജില്ലാ ആശുപത്രിയിൽ ജോലി കൊടുക്കാമെന്ന് മന്ത്രി സമ്മതിച്ചിട്ടുണ്ട്. പഠനം നടത്തുന്ന BComന് പഠിക്കുന്ന അതുല്യയ്ക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കാമെന്ന് ഇപ്പോൾ മന്ത്രി സമ്മതിച്ചിട്ടുണ്ട്. ജില്ലാ വനിതാ ക്ഷേമ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വരും. ആ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. എനിക്കൊരു പദ്ധതിയുണ്ട്, ഗാന്ധിഗ്രാം എന്ന്. ഈ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി ഒരു പദ്ധതിയാണ്. പട്ടികജാതി കുടുംബങ്ങളെയും പാവങ്ങളെയും സഹായിക്കും. അതിൽ നിന്ന് ഞാൻ 50,000 രൂപ ഈ കുടുംബത്തിന് നൽകുന്നതാണ്. മുനമ്പത്ത് വ്യാജ തിരിച്ചറിയൽ കാർഡുമായി താമസിച്ച 27 ബംഗ്ലാദേശികൾ പിടിയിലായി. ഇതര സംസ്ഥാന തൊഴിലാളികളെന്ന വ്യാജേന ലേബർ ക്യാമ്പിൽ താമസിച്ചവരാണ് അറസ്റ്റിലായത്. ആലുവ പോലീസും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും സംയുക്തമായി നടത്തിയ റെയ്ഡിലാണ് ബംഗ്ലാദേശികൾ പിടിയിലാകുന്നത്. ക്ലീൻ റൂറൽ എന്ന പേരിൽ കൊച്ചിയിൽ നടന്ന പരിശോധനയിലാണ് ഈ മാസം 15-ന് പെരുമ്പാവൂരിൽ നിന്നും ബംഗ്ലാദേശി യുവതി തസ്ലിമ ബീഗം പിടിയിലാകുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ ബംഗ്ലാദേശികൾ അറസ്റ്റിലാകുന്നത്. 50ഓളം പേരെ കസ്റ്റഡിയിലെടുത്ത് നടത്തിയ ചോദ്യം ചെയ്യലിൽ 27 പേർ വ്യാജ ആധാർ രേഖകൾ ഉപയോഗിച്ച് എറണാകുളത്ത് താമസിക്കുന്നവരാണെന്ന് കണ്ടെത്തി. പിടിയിലായവർ 3 മാസം മുതൽ 10 വർഷമായി ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് വ്യക്തമായതായി ആലുവ റൂറൽ SP വൈഭവ് സക്സേന. 3 മാസം മുതൽ ഏകദേശം കുറേ നാളായിട്ട് മീൻസ് ഒരാൾ 10 വർഷം ഇവിടെ താമസിച്ചിരുന്നു. അതിർത്തി കടന്ന് പശ്ചിമ ബംഗാളിലെത്തി അവിടെ നിന്ന് ഏജന്റ് വഴിയാണ് ഇവർ ആധാർ കാർഡ് തരപ്പെടുത്തിയത്. കേരളത്തിൽ ഇവർക്ക് സഹായം ലഭിക്കുന്നുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കേരളത്തിൽ ജോലി ചെയ്താൽ സാമ്പത്തികമായി വലിയ ലാഭമുണ്ടാക്കാമെന്ന് കരുതിയാണ് എത്തിയതെന്നാണ് പിടിയിലായ ബംഗ്ലാദേശികൾ പോലീസിന് നൽകിയ മൊഴി. ഇവരെ നാട് കടത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ സർക്കാരുമായി ആലോചിച്ച ശേഷം തീരുമാനിക്കുമെന്ന് SP അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. ചോറ്റാനിക്കരയിൽ ആൺ സുഹൃത്തിൽ നിന്ന് അതിക്രൂര പീഡനമേറ്റ പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് പെൺകുട്ടി. പ്രതി അനൂപിനെ കഴിഞ്ഞ ദിവസം കോടതി റിമാൻഡ് ചെയ്തിരുന്നു. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന കാര്യത്തിലും അന്വേഷണം നടത്തുന്നുണ്ട്. ചുറ്റിക കൊണ്ടും കൈകൊണ്ടും ആക്രമിച്ചെന്നും മരിച്ചെന്ന് കരുതി രക്ഷപ്പെട്ടെന്നുമാണ് പ്രതിയുടെ മൊഴി. രാജ്യം അതിവേഗം വികസന പാതയിലൂടെ മുന്നേറുകയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം തുടങ്ങി. സാമ്പത്തിക സർവേ റിപ്പോർട്ട് സഭയിൽ വെച്ചു. നാളെയാണ് പൊതുബജറ്റ്. ലക്ഷ്യം വികസിത ഭാരതം. എല്ലാ മേഖലയിലെയും വികസനം ഉറപ്പാക്കും. സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും പ്രത്യേക പരിഗണന. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ പാവപ്പെട്ടവർക്കും ഇടത്തരക്കാർക്കും അഭിവൃദ്ധി ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ये बजट
एक नया विश्वास पैदा करेगा, नई ऊर्जा देगा। हम सर्वांगीण विकास के संकल्प को लेकर के मिशन मोड में आगे बढ़ते जा रहे हैं। रिफॉर्म, परफॉर्म एंड ट्रांसफॉर्म, राज्य और केंद्र सरकार ने मिलकर के परफॉर्म करना होता है। ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രപരമായ തീരുമാനമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വഖഫ് ബില്ലിലും രാഷ്ട്രപതിയുടെ പ്രശംസ. 25 കോടി ജനങ്ങളെ ഈ സർക്കാർ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റി. ബജറ്റ് സമ്മേളനം തുടങ്ങുന്നതിന് ഭാഗമായി പാർലമെന്റ് ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. भारत की विकास यात्रा के इस अमृतकाल को आज मेरी सरकार अभूतपूर्व उपलब्धियों के माध्यम से नई ऊर्जा दे रही है। तीसरे कार्यकाल में 3 गुना तेज गति से काम हो रहा है। प्रधानमंत्री आवास योजना का विस्तार करते हुए 3 करोड़ अतिरिक्त परिवारों को नए घर देने का निर्णय लिया गया है। इसके लिए 5,36,000 करोड़ रुपया खर्च किए जाने की योजना है। ബജറ്റ് സമ്മേളനത്തിനായി പാർലമെന്റിലെത്തിയ രാഷ്ട്രപതിയെ പ്രധാനമന്ത്രിയും ഉപരാഷ്ട്രപതിയും ചേർന്ന് സ്വീകരിച്ചു. प्रक्रिया इस देश की संवैधानिक व्यवस्था और ये देखिए राष्ट्रपति का स्वागत करने के लिए प्रधानमंत्री नरेंद्र मोदी, उपराष्ट्रपति जगदीप धनखड़. 2 ഘട്ടങ്ങളായി ഏപ്രിൽ 4 വരെ നീളുന്ന ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഫെബ്രുവരി 13 വരെയാണ്. ധനമന്ത്രി എന്ന നിലയിൽ നിർമ്മലാ സീതാരാമന്റെ തുടർച്ചയായ 8ാമത്തെ ബജറ്റ് നാളെ അവതരിപ്പിക്കും. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ആദായനികുതി സംവിധാനത്തിൽ പൊളിച്ചെഴുതൽ ഉണ്ടാകുമോ? ഇതാണ് നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുന്ന കേന്ദ്ര ബജറ്റിലെ ആകാംക്ഷ. 10 ലക്ഷം വരെ വാർഷിക വരുമാനം ഉള്ളവർക്ക് ആദായനികുതി ഒഴിവാക്കിയേക്കാമെന്ന സുപ്രധാനമായ പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാമ്പത്തിക രംഗം പ്രതീക്ഷിത വളർച്ച കൈവരിക്കാത്ത സാഹചര്യത്തിൽ ഇടത്തരക്കാരുടെ ധനവിനിയോഗം കൂട്ടാനുള്ള മറ്റ് നിർദ്ദേശങ്ങളും ബജറ്റിലുണ്ടായേക്കാം. പുതിയ നികുതി വ്യവസ്ഥ തെരഞ്ഞെടുത്തവരിൽ 7.5 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നിലവിൽ ആദായ നികുതിയില്ല. ഇത് 2.5 ലക്ഷം രൂപ വർദ്ധിപ്പിച്ച് 10 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ ഇനി മുതൽ ആദായ നികുതി പരിധിയിൽ നിന്നും ഒഴിവാക്കുന്നതാണ് പരിഗണിക്കുന്നത്. നികുതി അടയ്ക്കേണ്ടതില്ലെങ്കിലും വാർഷിക വരുമാനം 3 ലക്ഷം രൂപ വരെയുള്ളവർ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കണം. ഇതിന്റെ പരിധി 5 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുന്നതും ബജറ്റിൽ പരിഗണിക്കാനാണ് സാധ്യത. അതായത് വാർഷിക വരുമാനം 5 ലക്ഷം രൂപ വരെയുള്ളവർ ഇനി മുതൽ റിട്ടേൺ പോലും സമർപ്പിക്കേണ്ടതില്ല. 5 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയിൽ വാർഷിക വരുമാനമുള്ളവർക്ക് 25% ടാക്സ് സ്ലാബ് അവതരിപ്പിക്കുന്നതും ആലോചനയിലുണ്ടെന്നാണ് സൂചന. കഴിഞ്ഞ ബജറ്റിൽ പുതിയ നികുതി ഘടന തെരഞ്ഞെടുത്തവർക്കാണ് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചത്. ഇത്തവണയും അത് പ്രതീക്ഷിക്കാം. പുതിയ നികുതി വ്യവസ്ഥയിൽ കൂടുതൽ ഇളവുകൾ നൽകി പഴയ നികുതി വ്യവസ്ഥയെ അപ്രധാനമാക്കാനാണ് സർക്കാർ നീക്കമെന്നാണ് സൂചന. പുതിയ നികുതി വ്യവസ്ഥ ആകർഷകമായതോടെ കഴിഞ്ഞ സാമ്പത്തിക വർഷം 73% നികുതിദായകരും പുതിയ രീതിയിലേക്ക് മാറിയിരുന്നു. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപയിൽ നിന്നും 1 ലക്ഷം രൂപയായി ഉയർത്തുന്നതും ആലോചനയിലുണ്ട്. ATC ആനുകൂല്യം പുതിയ നികുതി വ്യവസ്ഥ തെരഞ്ഞെടുത്തവർക്കും അനുവദിച്ചേക്കാം. ഇടത്തരക്കാരിലേക്ക് കൂടുതൽ പണം എത്തിക്കുക, അതുവഴി പണവിനിയോഗം വർദ്ധിപ്പിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്നാണ് സൂചന. പ്രതീക്ഷിത സാമ്പത്തിക വളർച്ച കൈവരിക്കാത്തതിന്റെ കാരണം ഇടത്തരക്കാരിൽ പണം എത്താത്തതുകൊണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇതിനുള്ള പരിഹാരമായിട്ടാണ് നികുതി ഘടനയിലെ ഈ വലിയ മാറ്റം കേന്ദ്രം പരിഗണിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.